മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വസ്തുതാപരമായ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ദൂരദർശൻ കാലത്തൊക്കെ മാധ്യമപ്രവർത്തനം എന്ന തരത്തിൽ കാണുന്നത്. ഓരോ വിഷയത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങൾ സംസാരിക്കുക. ആ സംസാരങ്ങളിലൊക്കെയും നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ, ആ കമ്മ്യൂണിക്കേഷൻ്റെ മിതത്വം, മതിത്വം, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബോധ്യപ്പെടുക. എന്നാൽ ഇന്ന് ഈ ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ചാനൽ ജഡ്ജിമാരാണ്. നമ്മൾ ഈ ഔട്ട് ഓഫ് റെക്കോർഡ് നമ്മളൊന്ന് അന്വേഷിച്ചാൽ, പരിശോധിച്ചാൽ കൃത്യമായി ഇവർ ഓരോരുത്തരും ഏത് പാളയത്തിലാണെന്നും എന്താണ് ഇവരുടെ ദൗത്യമെന്നും അതിൻ്റെ കാരണം എന്താണെന്നും എല്ലാ മനുഷ്യർക്കും അറിയാമെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. അങ്ങനെ കാണുമ്പോൾ ഒരാൾ ചർച്ച തുടങ്ങുമ്പോൾ, ചർച്ച നയിക്കുമ്പോൾ അയാൾ എന്തായിരിക്കും ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ബന്ധപ്പെട്ടവർക്കൊക്കെ വളരെ നന്നായി അറിയാം. അതിലെ ഏറ്റവും വലിയ ഒരു സൈബർ ഭാഷയിൽ പറഞ്ഞാൽ കുരുപൊട്ടി ഒരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ അസ്വസ്ഥതകളും വല്ലാത്ത കിതപ്പും പെരുപ്പും എന്നു വേണ്ട വല്ലാണ്ട് അസ്വസ്ഥതപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം കേവലം ജോലി ചെയ്യുന്ന റിപ്പോർട്ടർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇത്തരം വൈകാരിക വിശുദ്ധതയും ഒക്കെ പങ്കുവെക്കാൻ അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരിടം കൂടിയാണ്. എന്നാലും അതിന് മാധ്യമം എന്നൊരു പേരിൽ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുന്നിടത്താണ് അതിൻ്റെ ഒരു പ്രയാസം. ഒരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ സംഗതി ശരിയാണ്. ഇതൊന്ന് കണ്ടു നോക്കൂ. ആരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്? കേരളത്തിലെ മാധ്യമങ്ങളല്ലേ? പിന്നെ ഡൽഹിയിലും ബോംബെയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഇരിക്കുന്ന ആൾക്കാരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. ഒക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഇയാൾ. എക്സിറ്റ് പോൾ കഴിഞ്ഞു, എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് വന്നു. ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ചിലർ അതിനെ റിപ്പോർട്ട് ചെയ്തു, ചിലർ അതിനകത്തുള്ള പോരായ്മകളൊക്കെ എടുത്തു പറഞ്ഞു, ഇങ്ങനെ സംഗതി ഉണ്ടെന്ന്. ഇത് അങ്ങനെയല്ല. പുള്ളിയുടെ നിലവിളിയോട് നിലവിളിയാണ്. പുള്ളി ഇത്രമേൽ നിലവിളിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും. തടിയുണ്ട്, മെസ്സിയുണ്ട്, എറണാകുളത്തെ സ്റ്റേഡിയമുണ്ട്, അങ്ങനെ അടക്കം നിരവധിയായ സംഗതികൾ ഉള്ളതുകൊണ്ടാവണം അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞ് ഇങ്ങനെ ആശ്വാസം കൊള്ളുന്നത്. പക്ഷേ ഈ ആൻ്റപ്പൻ മുതലാളിയുടെ കൂടെ പണിയെടുക്കുന്ന മാധ്യമപ്രവർത്തകരാണെന്ന് സ്വയം ധരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് എനിക്ക് വിഷമം തോന്നാറുള്ളത്. സ്വയം ധരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ജോലി ചെയ്താൽ മനസ്സിലാകേണ്ടതാണ് ഈ പറയുന്ന ബഹുമാനപ്പെട്ടവരുടെ ഈ നിലവിളികളുടെ അർത്ഥം. കഷ്ടമാണ്, കഷ്ടം.